സർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് ഏതാണ്ട് 10 വർഷത്തോട് അടുക്കുകയാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിനെതിരെ ഒട്ടനവധി ആരോപണങ്ങളാണ് എതിരാളികൾ ഉയർത്തിവിട്ടത്. പല വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ട വിഷയങ്ങളിൽ, ചെയ്ത പദ്ധതികളിൽ, പല കാര്യങ്ങളിലും പറഞ്ഞു. ഈ ആരോപണങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ഈ ആരോപണങ്ങളൊന്നും ഏറ്റിട്ടില്ല എന്നുള്ള കാര്യം ശ്യാമിനറിയത്തില്ലേ? നരേന്ദ്രമോദിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പുള്ളിക്ക് അനുകൂലമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2014 ഇലക്ഷൻ വരുന്ന സമയത്ത് പുള്ളി ഒരു പ്രസംഗം നടത്തിയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആരോപണം ഞാൻ ആദ്യമായിട്ട് പറയും. 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കെജ്രിവാൾ ഇറങ്ങി വന്നപ്പോഴും അതാ പറഞ്ഞത്, 15 ലക്ഷം രൂപ മോദി അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മോദി അന്ന് നടത്തിയ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, ശ്യാമിന് പരിശോധിക്കുക. മോദി നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കള്ളപ്പണം, രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ കള്ളപ്പണക്കാരും ഇന്ത്യക്ക് ടാക്സ് കൊടുക്കാത്ത പണം വിദേശത്ത് കടത്തിയത് ആളൊന്നുക്ക്, അതായത് 140 കോടി ജനങ്ങൾക്ക് വീതിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 15 ലക്ഷം രൂപ വെച്ച് കാണും. ഈ പ്രചരണം അന്ന് മോദി പറഞ്ഞ അല്ലെങ്കിൽ ആ പ്രസംഗം ഇന്നും വ്യാജമായിട്ട് പ്രചരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം വിദേശ പര്യടനം നടത്തുന്നു. വിദേശ പര്യടനമൊക്കെ നടത്തിയപ്പോൾ എന്താണ്? പുള്ളി വിദേശത്ത് പോയി ഉല്ലസിക്കാൻ പോകുന്നു, എന്തെല്ലാം പ്രചരണങ്ങളാണ്. അത് നമ്മൾ ഏറ്റുപറയുന്ന കുറേ ആൾക്കാർ അറിയാൻ വയ്യാതെ. അദ്ദേഹം പോകുന്നതിന്റെ റിസൾട്ട് പിന്നീട് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് കരാറായി. നമ്മുടെ രാജ്യത്ത് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ വിദേശത്തെ വ്യവസായികൾ തയ്യാറാവുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഇതെല്ലാം ഇപ്പം മേക്കിംഗ് ഇന്ത്യ, ഇതൊന്നും നമ്മുടെ മേക്കിംഗ് ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ജപ്പാൻ ഉൾപ്പെടെ മറ്റ് വലിയ വലിയ ഉള്ള രാജ്യങ്ങളിലെ വ്യവസായികൾ ഇവിടെ നമ്മുടെ എയറോപ്ലെയിനിന്റെ പാർട്സ് വരെ ഉണ്ടാക്കുന്നു, യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ എത്ര രാജ്യങ്ങൾക്ക് നമ്മളിപ്പം യുദ്ധസാമഗ്രികൾ കയറ്റി അയക്കുന്നു. ചൈനയിൽ നിന്ന് പിൻവലിയാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളൊക്കെ ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പം ഈ ഇലക്ഷന് ഏറ്റവും പ്രചരണമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരമാണ് NRC. എന്താണ് CA എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നെഹ്റുവിൻ്റെ കാലത്തല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ വിഭജനം നടന്നില്ലേ? ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ അന്നേ ഒരു കരാർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് 2 രാജ്യം, പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായിട്ട് പോയി, ഇന്ത്യ മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മൾ ആ തീരുമാനത്തിലാണ് പോയത്. അപ്പം അന്നൊരു കരാറുണ്ടായി, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട ഒരു കരാറുണ്ടായി. എന്നായാലും പ്രശ്നം ഉണ്ടാകും, ദീർഘവീക്ഷണമുള്ളവർക്ക് അറിയാമല്ലോ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വിഷയം വന്നാൽ, ഭൂരിപക്ഷം ഉള്ള അതായത് മുസ്ലിങ്ങൾക്ക് ഒരു വിഷയം വന്നാൽ പാകിസ്ഥാൻ സ്വീകരിക്കാൻ തയ്യാറാവുകയും പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ജൈനന്മാർക്കും ഒരു വിഷയം അവിടുന്ന് നേരിട്ടാൽ അവരെ തിരിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾ തയ്യാറാവണമെന്ന് പറഞ്ഞ് അന്ന് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കിയതാണ്. ആ കരാർ നടപ്പാക്കാൻ ഇന്ന് നരേന്ദ്രമോദി വേണ്ടി വന്നു. ഇന്ന് നരേന്ദ്രമോദി ഈ രാജ്യങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് വിഭജിച്ചു പോയ ഇന്ത്യ പോലെയും അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചിവിടെ വന്ന് അവിടെ നമ്മുടെ രാജ്യത്ത് കിടക്കുകയാണ്. അവിടുത്തെ പീഡനം അനുഭവിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇത്ര വർഷം ഈ ഡൽഹി റായൽസീമ കുന്നിനൊക്കെ താഴെ ഇവരെ കാണാൻ പറ്റും. അതെ. അപ്പം അവർക്ക് ഈ കരാർ അനുസരിച്ച് ആ കരാർ നടപ്പിലാക്കാൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ധൈര്യം കാണിക്കുമ്പോൾ ആ ഒരു മാനുഷിക പരിഗണനയ്ക്ക് പോലും ഇന്ന് ആക്ഷേപമാണ്. അത് ജാതി തിരിച്ചാണെന്ന് പറയുന്നത്. ജാതി തിരിച്ചൊന്നുമല്ല. ഈ പാകിസ്ഥാനിൽ എന്തിനും മുസ്ലിങ്ങൾ ഇന്ത്യ വരണം? ഈ മുസ്ലിം ഭൂരിപക്ഷമായ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ എന്ത് വേണം? അപ്പോൾ ഇന്ത്യയിൽ സമാധാനമില്ലേ? അപ്പോൾ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങൾ ഹിന്ദു രാജ്യമാണെന്ന് വ്യാപിക്കുന്ന ഇന്ത്യയിൽ ഒന്ന് താമസിക്കണമെങ്കിൽ അവിടത്തെക്കാട്ടിൽ എത്രയോ സമാധാനത്തിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ താമസിക്കുന്നുള്ളത് എൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്, അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനൊക്കെയാണ്. പുള്ളിയുടെ ഒരു സംസാര ശൈലി കണ്ടു കഴിഞ്ഞാൽ പുള്ളി വളരെ നിഷേധാത്മക. ഇതെന്ത് വേണം? ഇത് 60% ഉള്ള സാധാരണക്കാരനുള്ള അല്ലെങ്കിൽ പച്ചക്കറിക്കാരക്കാരനുള്ള റോഡിൽ നിന്ന് മീൻ കച്ചവടം നടത്തുന്നതിനുള്ള ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ സാധ്യമാകും? ശ്യാമിനറിയാം. ഇപ്പം ശ്യാമിൻ്റെ അത്യാവശ്യം വലിയ സംവിധാനമുള്ള മൊബൈലും ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ മൊബൈൽ ഇല്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പൈസയും പോക്കറ്റിലില്ലാതെ ഏത് റോഡിൽ നിന്ന് കച്ചവടക്കാരനും ഡിജിറ്റൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ പൈസ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥ ഒന്നില്ലേ? ഇതാണ് പെട്രോൾ പമ്പുകളിൽ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ എടുക്കാൻ പാടില്ല. അതെ. ഇന്ന് ഇതേ പെട്രോൾ പമ്പിൽ ചാർജ് ചെയ്തിട്ട് മൊബൈൽ എടുത്ത് കാണിക്കുമ്പോഴാണ് പൈസ ചാർജ് ചെയ്തത്. പിന്നെ നമ്മൾ മൊബൈൽ കയ്യിലെടുത്താൽ ഇന്ധനം നിറയ്ക്കാൻ നിൽക്കുന്ന
ജീവനക്കാരുടെ വഴക്കുറല്ലേ. അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മൾ ഇത് മോദിക്ക് മുമ്പ് ഒരു പ്രധാനമന്ത്രി, ലോകം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇത്രയൊന്നും വന്നില്ല. നല്ല ലോകത്ത് ചർച്ചയായ ഒരു വനിതാ സ്ത്രീ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ മോദിയൊക്കെ ലോകത്തിലെ ഇപ്പൊ നമ്പർ 1 നേതാവാണ്. അത് അദ്ദേഹം കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് പോലും ജനപിന്തുണയുടെ കാര്യത്തിലുള്ളൂ. ഞാനീ പറഞ്ഞ മോദിയുടെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്ത പ്രഭാവമാണ്. ശ്യാം സരജ് അദ്ദേഹം വന്നു കഴിയുമ്പോൾ വല്ലാതെ എന്തോ ഒരു വരവാണ്, ഒരു സിംഹക്കുട്ടി നടന്നു വരുന്ന പോലെ, എന്തോ ഒരു തേജസ്സുള്ള ഏതോ ഒരു സാധനം നടന്നു വരുന്ന പോലെ ആരും അംഗീകരിക്കുന്ന ഒരവസ്ഥ. ആരുടെ മുമ്പിൽ ചെന്നാലും അദ്ദേഹത്തോട് വിധേയപ്പെടുന്ന ഒരവസ്ഥ. അമേരിക്കയിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റൊക്കെ പ്രോട്ടോകോൾ ലംഘിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഒരു സമയത്ത് അവിടെ മോദി വരരുതെന്ന് വിലക്കൊണ്ട് വിസ കൊടുക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ സ്വീകരിക്കാൻ ലോകത്തിൽ ആദ്യത്തെ സംഭവമാണ്. പ്രോട്ടോകോൾ ലംഘിച്ച് അമേരിക്കൻ പ്രസിഡന്റ് വേറൊരു രാജ്യത്തെ നേതാവിനെ സ്വീകരിക്കുന്നു. അതുപോലെ സൗദി അറേബ്യയില് ഭരണാധികാരി പ്രോട്ടോകോൾ ലംഘിച്ചാണ് അദ്ദേഹത്തെ. അന്ന് ഇത് മറന്നുപോകുക, പുള്ളിയെ കാണുമ്പോഴത്തേനും മറന്നുപോവുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് പ്രശ്നം വന്നാൽ ഇപ്പം ഞാൻ പണ്ട് ഈ 19 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ 10 കൊല്ലം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഈ കാലയളവിൽ ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വേറെ രാജ്യങ്ങളായിരുന്നു. അമേരിക്ക തീരുമാനിക്കണം, റഷ്യ തീരുമാനിക്കണം, ചൈനയുടെ അഭിപ്രായം അറിയണം. എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം. ഒരു തീരുമാനം കാശ്മീർ എങ്ങനെ ഉണ്ടായത്? അതെ, ഇപ്പൊ ഇന്ത്യ തീരുമാനിക്കും. മറിച്ചൊരു കാര്യം പറയാൻ ധൈര്യമുള്ള അമേരിക്കയില്ല, ഒരു രാജ്യങ്ങളും ഇല്ല. അത്തരത്തിൽ ഇന്ത്യ എന്താണെന്ന് ലോക രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അമേരിക്ക വിലക്കിയത് അവിടെ ഇരിക്കട്ടെ, അതൊരു വലിയ സംവിധാനമാണ്. ഇവിടെ കേരളം വിലക്കിയില്ല ഇദ്ദേഹത്തെ. അതെ, കേരളത്തിന്റെ അദ്ദേഹത്തെ കാണാൻ പോകുന്നവരെ മൊത്തം രാഷ്ട്രീയ പാർട്ടിയെ അങ്ങ് ഒഴിവാക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം നമ്മുടെ ഇപ്പൊ BJP-യിലുള്ള അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അവിടെ കൊള്ളാം. അതുപോലെ നമ്മുടെ ബേബി ജോണിന്റെ മകൻ പറഞ്ഞു ഗുജറാത്ത് കൊള്ളാം. അവരെല്ലാം ഇതുണ്ട്. അച്യുതാനന്ദൻ പറഞ്ഞില്ല ഇയാളുമായിട്ട് ഈ നികൃഷ്ടജീവിയുമായിട്ട് ഞാൻ, അല്ലെങ്കിൽ ഈ മോശക്കാരനുമായിട്ട് ഞാൻ വേദി പങ്കിടുന്നു. അവസാനം ഇദ്ദേഹത്തിന്റെ വേദിക്കും ഇദ്ദേഹത്തിന്റെ ഒരു സന്ദർശനത്തിനും വേണ്ടി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥ. ഇന്ന് ലോക നേതാക്കന്മാർ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ് നമുക്ക്. പക്ഷേ ഇപ്പോഴും ഈ മനുഷ്യനെ, അല്ലെങ്കിൽ ഈ ഇന്ത്യയെ ഈ തരത്തിൽ എത്തിച്ചിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമുക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ BJP-കാരനൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ഏത് പാർട്ടിക്കാരനാണോ നോക്കണ്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ, അദ്ദേഹത്തിന് പോകുന്നത് കാണുമ്പോൾ, അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ഫ്ലൈറ്റിന്റെ വിലയൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ തുകയും മറ്റൊന്നും ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഇന്ത്യക്കാരനല്ല. യോഗ കളിയാക്കിയില്ലേ? അതെ, ലോക നിലവാരത്തിലേക്ക് എത്തി. പുള്ളി യോഗയുടെ ദിനം കണ്ടെത്തി. യോഗയ്ക്ക് നമ്മൾ ഇവിടെ ഏറ്റവും വലിയൊരു ഇതാണ്, ഒരു വ്യായാമ മുറയാണ്, അല്ലെങ്കിൽ അതിന് വലിയൊരു ലോകം അംഗീകരിച്ചു. അത് ലോകത്തെ കൊണ്ട് യോഗ അംഗീകരിപ്പിച്ചു. ലോകത്തിന് മുമ്പിൽ യോഗയ്ക്ക് ഒരു ദിവസം ഉണ്ടാക്കി. ഇതൊക്കെ മോദി ഏതെങ്കിലും പൊസിഷനിൽ നിന്ന് യോഗ കാണിച്ചപ്പോഴത്തേക്ക് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബ്രാൻഡാണ് മോദി. അതുപോലെ തന്നെ നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ ഒരു കസേര ഇട്ടിട്ട് പോയിരുന്നതാ. മാലിദ്വീപുമായിട്ടൊരു വിഷയം ഉണ്ടായപ്പോ ലക്ഷദ്വീപിൽ പോയി ഒരു കസേര ഇട്ടിരുന്നപ്പോൾ ലോകത്തുള്ള ആൾക്കാർ മൊത്തവും ലക്ഷദ്വീപിൽ വരുന്ന ഒരവസ്ഥ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോശമാണ്. ഇന്ത്യക്കകത്ത് ചിലർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോശമാണ്. മാലിദ്വീപുകാരൻ ഇപ്പം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. ഫ്ലൈറ്റ് ഓടിക്കാൻ ആളില്ല അവിടുത്തെ. നമ്മൾ ദാനമായിട്ട് കൊടുത്ത ഫ്ലൈറ്റ് പട്ടാളക്കാരനെ ചൈനക്കാരൻ പറഞ്ഞതനുസരിച്ച് തിരിച്ചു കയറ്റിയിട്ടു. ഫ്ലൈറ്റ് അവിടെ കിടക്ക് ഓടിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ. ആ വിഷ്വൽ ഭയങ്കര രസമല്ലായിരുന്നു. ഇത് ലോകത്ത് ഇങ്ങനെ ഒരു പരസ്യം ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട്. ഒരു ടൂറിസം പരസ്യം ഇത്രയും നല്ലൊരു പരസ്യം ഇതുവരെ വേറെ ഒന്നും ചെയ്തില്ല. ഒരു ഷാള് വിട്ട് ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നപ്പോഴത്തേന് ഇവിടുത്തെ അതിന്റെ ഒരു വിറച്ചു. അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഇവിടുത്തെ കുറെ ആൾക്കാര് കുറെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊറോണ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു എല്ലാവരും ഇന്ന് പോയിട്ട് വിളക്ക് കത്തിക്കണം. അത് എന്താണെന്ന് കൊറോണയ്ക്ക് മുമ്പ് ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ ഈ രാജ്യം എന്ത് കാണിക്കും, എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ. അദ്ദേഹം നോക്കിയപ്പം ഇവിടുത്തെ ഇന്ത്യക്കാർ മൊത്തം ആ പറഞ്ഞ സമയത്ത് വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഇന്ന് വൈകിട്ട് ഈ കൊറോണ ദിവസത്തിന് നമ്മൾ കൊറോണയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അത് പോകണമെന്നല്ല അതിനെതിരായിട്ട് നമ്മൾ പാത്രം കൊട്ടുന്നു അല്ലെങ്കിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. എല്ലാവരും പുറപ്പെടുവിച്ചു. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, വിവിധ സംസ്കാരമുള്ള രാജ്യത്ത് 60% ജനങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ വേണ്ട വിദ്യാഭ്യാസമില്ലാത്ത രാജ്യത്ത് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ
എന്ത് പഞ്ചപുച്ഛമടക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിച്ച് നിൽക്കുന്നിടത്ത് നിൽക്കാൻ മോദി പറഞ്ഞപ്പോൾ നിൽക്കുന്നിടത്ത് നിൽക്കും. അപ്പൊ ഈ മോദിക്ക് ഒരു വല്ലാത്ത അംഗീകാരം ഇന്ത്യക്കകത്തുണ്ട്. അത് സമ്മതിച്ചേ മതി. ഇവിടെ ആരൊക്കെ എത്ര എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, മോദി മോശമാണെന്ന് പറഞ്ഞാലും, മോദി വർഗീയവാദിയാണെന്ന് പറഞ്ഞാലും, അതൊക്കെ നമുക്ക് എത്ര ദിവസം ബ്രാൻഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ കേരളത്തിലെ അവസ്ഥ, കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയേക്കാണ് UDF LDF അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. മോദി ഏതാണ്ട് ആദ്യമൊക്കെ പറഞ്ഞാൽ, മോദി വന്ന സമയത്ത് പറഞ്ഞു നിങ്ങളെല്ലാം ഇവിടെ നിന്ന് കയറ്റി വിട്ടുകളെയും, നിങ്ങളെ കൊന്നുകളെയും, നിങ്ങളെ കൊണ്ട് കടലിൽ താത്തുകളെയും. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചില മുസ്ലിങ്ങൾക്കൊക്കെ തോന്നിക്കൊണ്ട് ഇതൊക്കെ ചുമ്മാതെ പറയുന്ന ഒരു കാര്യമൊന്നുമില്ല, നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് നടപ്പാക്കാൻ നേരത്ത് ഇവിടെ പറഞ്ഞുണ്ടാക്കിയതാണ് മുസ്ലിങ്ങളെ പുറത്താക്കാൻ പോവുകയാണ്, ഇവരെ കയറ്റുമതി ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റിക്ക്, നിങ്ങളുടെ 2, 3, 4 തലമുറയ്ക്കപ്പുറമുള്ള നിങ്ങളുടെ അപ്പൂപ്പന്റെ ഐഡന്റിറ്റി വേണം. അതപ്പം ക്രിസ്ത്യാനിയോ മുസ്ലിം ആയിരിക്കത്തില്ല, അത് ഏതെങ്കിലും ഹിന്ദു ആയിരിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മതം മാറേണ്ടി വരും. എന്തെല്ലാം ആക്ഷേപങ്ങൾ ഇപ്പോഴും ഈ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മോദിയോടുള്ള വിരോധം മുസ്ലിങ്ങളുടെ മാറി വരുന്നെങ്കിലും കേരളത്തിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എപ്പോൾ കേരളത്തിൽ ഈ മുസ്ലിങ്ങൾ മോദി ഇങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ BJP ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന സമയം ഇവിടെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കാറ്റ് ഊതി വിടുന്ന പോലെ CPM-ന്റെ ഫ്യൂസ് ഊരി വിടും. CPM ആണ് ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് കൂടുതലായി. അതുപോലെ ജാഗ്രതയുണ്ട്. ഇപ്പൊ എന്താ ഈ പാകിസ്ഥാനിലെ അതിർത്തിയിലെങ്കിലും വെടി, അവരുടെ തോക്കില്ലേ, വെടിയൊന്നും പൊട്ടുന്നില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഓരോ സമയങ്ങളും നടന്നുകൊണ്ടിരുന്നത്? ദിവസവും 4 പട്ടാളക്കാർ വീതം ചാവുന്നു, പാകിസ്ഥാൻ വെടിവെക്കുന്നു. ഇപ്പൊ പാകിസ്ഥാൻ വെടിവെക്കാൻ അറിയത്തില്ലേ? അല്ല, എൻ്റെ ഒരു സംശയം, പാകിസ്ഥാൻ വെടിവെച്ചാൽ അവിടെ പോയി അവന്റെ തലസ്ഥാനത്തിൽ പോയി വെടിവെച്ചിട്ട് വരാൻ സാധ്യമാകുന്ന സംവിധാനം ഇന്ത്യക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. നമ്മുടെ കാശ്മീരിലെ ജവാന്മാരെ കൊന്നു. ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞില്ലേ കാശ്മീരിലെ ജവാന്മാരെ കൊന്നതിന് ഇന്ത്യക്ക് പങ്കുണ്ടെന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്ന്. പറയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ബാലാക്കോട്ട് നമ്മൾ തിരിച്ചടിച്ചു, 1400 പേര് ചെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു, പാകിസ്ഥാൻ മന്ത്രിമാരെ സമ്മതിച്ചു. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് തെളിവ് വേണമെന്ന്. ശ്യാമിനറിയാമോ, ഇവിടെ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മുടെ പട്ടാളക്കാർ തോറ്റു, ചൈനയോട് തോറ്റു, തിരിച്ചിവിടെ വന്നു. അന്ന് നമ്മൾ ചെറുപ്പമായിരിക്കും, ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ നിങ്ങളെന്താ തോറ്റിട്ട് വന്നതെന്ന് ഇന്ത്യയിൽ ഒരു ജനവും ചോദിച്ചിട്ടില്ല. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബഹുമാനത്തെ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരനോട് കണക്കി വെച്ച ആളാണ് രാഹുൽ ഗാന്ധി, ഇവിടുത്തെ പ്രതിപക്ഷം. അവർ ആർക്ക് വേണ്ടി ചോദിക്കുന്നു? ഇന്ത്യക്ക് വേണ്ടി ചോദിക്കുകയല്ല, ആരോ ചോദിപ്പിക്കുന്നു. അത് മനസ്സിലാക്കണം. അതുപോലെ 307 ഈ നെഹ്റു എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. നമുക്ക് അതിനകത്ത് എനിക്ക് അദ്ദേഹത്തോട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് അഭിമാനമുണ്ട്. പക്ഷേ കാശ്മീരിൽ നിന്നൊരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് കൊടി കൊടുക്കുക, താൽക്കാലികമായിട്ട് കൊടുത്തത് UN കൊണ്ടിടുക. കാശ്മീർ വിഷയം നമ്മുടെ വിഷയം, എന്റെ വീട്ടിലെ വിഷയം, എന്റെ അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളും കൂടി പരിഹരിക്കേണ്ട വിഷയം ഷാമിന്റെ അടുത്തൊന്നും പറയാതെ പരിഹരിച്ചേക്കണം. ഷാമിന് താല്പര്യമില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വിഷയം ഉണ്ടാവണമെന്ന് വിചാരിക്കാൻ ഷാം അത് പരിഹരിക്കുമോ? UN കൊണ്ടിട്ടു. വേറെ ഓരോരുത്തരുടെ താല്പര്യമാണ്. മണ്ടത്തരമാണെന്ന് നമ്മൾ വിചാരിക്കും. നമ്മളെ വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. മണ്ടത്തരത്തിൽ കാണിച്ചു ഒന്നുമല്ല, മനഃപൂർവ്വം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾ ഇന്ത്യക്ക് വിരുദ്ധമല്ലായിരുന്നു, ഇന്ത്യയിലെ ജനത്തിന് വിരുദ്ധമല്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്തൊക്കെ ഇന്ത്യക്ക് വിരുദ്ധമല്ലേ? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അറിയാൻ വയ്യാതെ ചെയ്യുന്ന കാര്യമാണോ? ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ, ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യയുടെ ഉള്ളിലാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യം തന്നു പോകുന്ന ബ്രിട്ടീഷുകാർ ഇതൊരിക്കലും ഈ ഇന്ത്യ മഹാരാജ്യം തമ്മിൽ തല്ലി പിരിവെന്ന് കണ്ടു. ഒരിക്കലും ഇന്ത്യ മഹാരാജ്യം ഒന്നിച്ച് വലിയൊരു ശക്തിയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവർക്ക് അന്നും ഈ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കുറെ കാലം കഴിഞ്ഞു. 10 കൊല്ലം ഒരു രാജ്യത്തിനും ഇന്ത്യക്കകത്ത് ഇടപെടാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ബ്രിട്ടീഷുകാരനുമില്ല, അമേരിക്കക്കാരനുമില്ല, ചൈനക്കാരനുമില്ല, റഷ്യക്കാരനുമില്ല. ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയും ആ കഴിവിന് ഒപ്പം ഇന്ത്യയെ വളർത്തിയെടുക്കാൻ എല്ലാ രീതിയിലും, വ്യാവസായിക മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും എല്ലാ മേഖലയിലും നമ്മുടെ ഇന്ത്യ ശക്തിപ്പെടുത്താൻ കഴിവുള്ള പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രിയെ മാറ്റേണ്ടത് രാഹുൽ ഗാന്ധിയെക്കാട്ടി കൂടുതൽ ആവശ്യം അമേരിക്കക്കാരനാ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനാ. രാഹുൽ ഗാന്ധി അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ അവർ വിചാരിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന പ്രാപ്തി അയാൾക്കില്ല. അതുകൊണ്ട് നോക്കിയപ്പോൾ കെജ്രിവാളിന് എന്തെല്ലാം അവാർഡാണ് വിദേശത്തുനിന്ന് കൊടുക്കുന്നത്. അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത്രയും വലിപ്പമുള്ള, അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള ഒരാളേ ഉള്ളൂ കെജ്രിവാൾ എന്ന് പറയുന്ന. ആ സംസ്ഥാനത്തിന് പ്രത്യേക ചുമതലയൊന്നുമില്ല, 70 സീറ്റിനകത്തുണ്ട്. അയാള് അറസ്റ്റ് ചെയ്തപ്പോൾ BBC എന്നും പുള്ളി കോട്ടയട്ട BBC വരും.
പുള്ളി കോട്ടുമായിട്ട് BBC വരും. അത് മനസ്സിലാക്കണം. പുള്ളി കോട്ടുമായിട്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല, അമേരിക്കക്കാരൻ തീരുമാനിക്കേണ്ട ആരെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ അന്ന് മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞില്ല, ജയശങ്കറാ പറഞ്ഞു. പ്രധാനമന്ത്രി പറയാത്ത ഗുണമുള്ള സാധനമില്ല. ജയശങ്കർ പറഞ്ഞു ഇയാള് അതുപോലെ ബാക്കിയുള്ള വാർത്തകൾ അൽ ജസീറയിൽ വരുന്നുണ്ട് വ്യാപകമായി. അതെ, അൽ ജസീറ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കർഷക സമരം അന്ന് തീർന്നു. CA സമരത്തിന്റെ വ്യക്തമായ റിപ്പോർട്ട്. പന്നു ഖാലിസ്ഥാൻവാദി, ഖാലിസ്ഥാനെ ഉണ്ടാക്കിയ ഇന്ദിരാഗാന്ധിയ. ഖാലിസ്ഥാൻ അവരുടെ കൈകൊണ്ട് തന്നെ മരിച്ചു. ഈ ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും അവരുടെ ഫണ്ടുകൾ മൊത്തം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതും കെജ്രിവാളാണ്. ഇപ്പൊ കെജ്രിവാൾ ഇറങ്ങിയപ്പോ കാനഡയിൽ അവിടെ പ്രകടനം നടന്നു. കെജ്രിവാൾ ഇറങ്ങിയപ്പോ നിങ്ങൾക്കറിയോ, കാനഡയിൽ പ്രകടനം നടന്നു. അവിടെ ഡൽഹിയിൽ മൊത്തവും ഖാലിസ്ഥാൻവാദികൾ പോസ്റ്റർ ഒട്ടിച്ചു കെജ്രിവാളിന് വേണ്ടി. കെജ്രിവാൾ രാജ്യദ്രോഹിയാണ്. തീർച്ചയായും നമുക്ക് നമ്മുടെ ജുഡീഷ്യറിയെ നമുക്ക് പറഞ്ഞുകൂടാ. എന്നാലും പറയാം, കെജ്രിവാളിന് ജാമ്യം ചോദിക്കാതെ ഇവിടുത്തെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത്. എന്തിനു ജാമ്യം കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നത് ഒരു മൗലിക അവകാശമല്ല. പിന്നെ എന്തിനു ജാമ്യം കൊടുക്കും? അല്ല, എന്റെ ശ്യാമയെ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഴിമതി നടത്തി ഒരു ഏജൻസി കണ്ടെത്തി അഴിമതി ആരോപണം നടത്തിയിരിക്കുന്ന ഒരാൾക്ക് ജാമ്യം ചോദിക്കാതെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വരാൻ പറയുന്ന ജുഡീഷ്യറി സംവിധാനം നമ്മൾ ഭയക്കേണ്ടതാണ്. ഇന്നലെ ന്യൂസ് ക്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഫണ്ട് മേടിച്ച് ഈ ചാനൽ നടത്തി ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിന്റെ ഭാഗമില്ലാത്ത ഇന്ത്യ ഭൂപടം, ചൈന വരച്ച ഭൂപടം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ന്യൂസ് ക്ലിക്കിന്റെ ഇന്നലെ ജാമ്യം കൊടുത്തു. നമുക്ക് ഇതിനകത്തൊക്കെ അല്പം ഭയം തോന്നുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യറി സംവിധാനം ഏതെങ്കിലും ഭാഗമാകുന്നു. ഈ കെജ്രിവാളിന്റെ കാര്യത്തിൽ ഞാൻ സാറിനോട് അങ്ങോട്ടൊരു കാര്യം പറയാം. ഇതൊരു ഇന്റലക്ച്വൽ ടെററിസം, ബൗദ്ധിക തീവ്രവാദ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതെ അതെ, എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഇത്രയും ലോകത്തിലെ BBC, അൽ ജസീറയൊക്കെ ഇദ്ദേഹത്തിന് ഒരു സംസ്ഥാനത്തിന്റെ സാർ പറഞ്ഞ പോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇത്രയും പോലും അധികാരപരിധികൾ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അവര് മുസ്ലിം വിരുദ്ധനാക്കും. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിം വിരുദ്ധനൊന്നും അല്ല. 7 കൊല്ലം അല്ല 10 കൊല്ലം ശ്യാം പറഞ്ഞാൽ 10 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. രാഷ്ട്രീയം വോട്ട് പിടിക്കാൻ നേരം ചില സമയത്ത് ചില ഗിമിക്കുകളൊക്കെ കാണിക്കുമായിരിക്കും, ചില കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. മാത്രമല്ല അയാളെന്തോ മുസ്ലിം വിരുദ്ധ പറഞ്ഞു. ഇവിടുത്തെ ഇന്ത്യയിൽ ഏതാണ്ട് 4% നിന്ന് 18% മുസ്ലിങ്ങൾ വളർന്നു. ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ. മനസ്സിലാകുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിക്കുകയാണ്. വേറെ എവിടുന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത് എന്തിനാ? സമാധാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പം അവിടെ മുസ്ലിങ്ങൾക്ക് പീഡനം. അവസാനമായി ഞാൻ സാറിനോട് ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് രാവിലെ ഇവിടെ വന്ന ഒരു ഗസ്റ്റിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ്. മോദി 3ാമത് അധികാരത്തിലെത്തും. മോദി 3ാമത് അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ മോദി 3ാമത് അധികാരത്തിൽ വരും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടോ, 400 സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന്. അത് നിസ്സാരമായിട്ട് കാണണ്ട. എൻ്റെ ശ്യാമ, ഈ കേരളത്തിൽ നിങ്ങൾ കാണുന്ന മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഇവിടുത്തെ ചാനലുകളും ഒന്നുമല്ല. നിങ്ങൾ ഒരു പത്രപ്രവർത്തനാണല്ലോ. നിങ്ങൾ വെളിയിലോട്ടും തിരക്കി നോക്ക്. ക്ലീൻ സ്വീപ്പാണ്. ഈ ഉത്തരേന്ത്യയിലല്ല, ഈ പ്രാവശ്യം ദക്ഷിണേന്ത്യയിലും മോദി പ്രവാഹം വളരെ കൂടുതലായിട്ട് വരികയും കൂടുതൽ സീറ്റ് വരികയൊക്കെ ചെയ്യും. ദക്ഷിണേന്ത്യയിൽ ക്ലീൻ സ്വീപ്പാണ്. അത് അവിടെ ചെന്നാലേ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക്. ഇവരാരും പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഈ മോദി, അമിത്ഷാ എന്ന് പറയുന്ന ആൾ ഒരു കാര്യം പറഞ്ഞാൽ ചുമ്മാ കാര്യം പറയുന്നവളും പത്രത്തിന്റെ അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പ് വന്നിരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. അയാൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അമിത്ഷാ ആദ്യത്തെ പ്രാവശ്യം അമിത്ഷാ ഗുജറാത്തിൽ കേസ് വന്ന് ഗുജറാത്തിൽ കയറണ്ട എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തിട്ട് ചാർജ് കൊടുത്തത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ അന്ന് ഇദ്ദേഹത്തിന് ചാർജ് വരുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ BJP എന്ന് പറയുന്ന സംവിധാനം പോലും ഇല്ല. കല്യാൺ സിംഗിന് മുമ്പ് അധികാരത്തിൽ BJP താഴെത്തട്ടിൽ പോലും ഇല്ല. അവിടുന്ന് ആദ്യത്തെ ഇലക്ഷൻ 2014 ഇലക്ഷൻ നേരിടുന്നതിന് മുമ്പ് 1 കൊല്ലം അമിത്ഷാ അവിടെ ഉണ്ടായിരുന്നു. അമിത്ഷായ്ക്കായിരുന്നു UP ചാർജ്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ TV കൂടെ കണ്ട കാര്യം പറഞ്ഞു. അമിത്ഷാ അടുത്ത് ചോദിച്ചു എത്ര സീറ്റ് കിട്ടുമെന്ന്. അമിത്ഷാ പറഞ്ഞു 67 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ചുമ്മാ പറയല്ല. പത്രക്കാർ ചിരിച്ചു. പത്രക്കാർക്ക് ഒരു കാര്യം അറിയാലോ, അവിടെ 1-2 സീറ്റ് പോലും ഇല്ലാത്ത UP 67 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിക്കും ചിരിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞു. 67 സീറ്റ് അടുത്ത പ്രാവശ്യം ഇവിടെ കിട്ടുകയാണ്. അത്രയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യം പറയാവുന്ന ആളാണ്. സോഷ്യൽ എഞ്ചിനീയറിങ് ഇലക്ഷൻ നടത്തുന്ന ഒരാളാണ് അമിത്ഷാ. അപ്പം അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന 400 സീറ്റിനകത്ത് BJP അധികാരത്തിൽ വരുന്നതാണ്. നിങ്ങൾക്കറിയാം മോദി ഇപ്പം നാളെ കാലത്തെ എന്തായാലും മോദി വരും. മോദിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെക്കാട്ടി 1 സീറ്റ് കുറഞ്ഞാൽ മോദി തോറ്റു. നമ്മുടെ മാധ്യമങ്ങൾ വെച്ചേക്കത്തില്ല. മോദി തരംഗം ഇടിഞ്ഞു, മോദി താഴെ വീണു,
മോദി നിലംപരിശായി. അപ്പോൾ ഞാനീ പറയാൻ വന്നത്, മോദി എന്ന് പറയും, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു എന്നെ മുസ്ലിം വിരുദ്ധനാക്കരുത്, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല. ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു കലാപവും ഇല്ലാത്ത, ഒരു വർഗീയ കലാപവും ഇല്ലാത്ത ഒരു ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും ഒരുപോലെ കണ്ടുപോകുന്ന, അല്ലെങ്കിൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകളും നേരത്തെ കൊടുത്ത ഗവൺമെൻറ് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എടുത്ത് കണ്ടുപോകുന്ന, ഇന്ത്യ മൊത്തത്തിൽ കാണുന്ന, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും വികസനമാണ് ഇന്ത്യയുടെ വികസനം എന്ന് കണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് എനിക്ക് എന്നെ മുസ്ലിം വിരുദ്ധനായിട്ട് കാണേണ്ട കാര്യമില്ല, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ 15 ലക്ഷം തൊട്ട് ഇങ്ങേറ്റം വന്ന് മണിപ്പൂർ കലാപം വരെ, മണിപ്പൂരിൽ എന്ത് സംഭവിച്ചത്? അവിടെ ഗോത്രവർഗ കലാപം എത്ര കൊല്ലം കൊണ്ട് നടക്കേണ്ടി, ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നതിന് പ്രശ്നമുണ്ട്. അപ്പൊ ഗോത്രവർഗ കലാപം നടക്കുന്നു. അവിടെ പള്ളി വിളിച്ചത് മാത്രമേ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നു. അമ്പലങ്ങളും പള്ളികളും ഒരു വർഗത്തിന്റെ മറ്റേ വർഗം വിളിക്കുക. എല്ലാ ജാതിക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഈ ഇവർക്ക് ആ ജാതിയൊന്നുമില്ല, ഇവർ തമ്മിൽ സംഘടന വരും, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനമാണ്. ഇതിന് ഇവിടെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇതിനു മുമ്പ് എത്രയോ കൊല്ലം, 10-18 കൊല്ലം പട്ടാള നിയമം, ആ പട്ടാള നിയമം ഏർപ്പെടുത്തിയിരുന്ന കോൺഗ്രസ് ആണ് മണിപ്പൂരിൽ വിഷയമാണെന്ന് പറയുന്നത്. എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് നിർത്തുന്നതിന് മുമ്പ് പറയാം, മോദിയുടെ എതിരെ വരുന്ന ആരോപണങ്ങൾ ആയുധമാക്കി ഫിനിക്സ് പക്ഷിയെ പോലെ എന്നും പരുന്തിനെ പോലെ ഉയരത്തിൽ മാത്രം പറന്ന് ശീലമുള്ള മോദി വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടാവുന്നത് ഞാൻ BJP-കാരനായതുകൊണ്ട് പറയല്ലേ, എനിക്ക് അഭിമാനം തന്നെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യ സ്നേഹിക്കുന്ന ആൾക്കാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.